നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ശാന്തകുമാറിനെ പറ്റിയുള്ള, അതായത് അടൂർ നിയോജക മണ്ഡലത്തിൽ മിന്നുന്ന വിജയം നേടിയ ശാന്തകുമാർ MLA കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിന് വലിയൊരു വിജയമാണ് നേടാനായത്. 10,332 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് വിജയം കൊയ്തത്. വിജയിച്ച UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിന് 66,153 വോട്ടുകളും പ്രധാന എതിരാളികളായ LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന് 55,821 വോട്ടുകൾ നേടാനായി. NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ നേടിയതാകട്ടെ 26,337 വോട്ടുകളാണ്. അടൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന അടൂർ നഗരസഭ, പന്തളം നഗരസഭ, പന്തളം തെക്കേക്കര, തുമ്പമൺ, കൊടുമൺ, ഏഴംകുളം, ഏറത്ത്, പള്ളിക്കൽ, കടമ്പനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലാണ് മിന്നുന്ന വിജയം നേടിയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI നേതാവ് ചിറ്റയം ഗോപകുമാർ കേവലം 607 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് നേതാവ് പന്തളം സുധാകരനെ തോൽപ്പിച്ചത്. എന്തായാലും ശാന്തകുമാറിന് അടൂര്, നമുക്കറിയാവുന്നതുപോലെ തന്നെ പത്തനംതിട്ടയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടം. അവിടെ അടൂര് ഇത്തരത്തിൽ ശാന്തകുമാർ പിടിച്ചെടുത്തു എന്ന സന്തോഷ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചയൊക്കെ പുരോഗമിക്കുകയാണ്. എന്തായി എന്ന് നോക്കാം. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 3 പേരാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വട്ടം ചുറ്റി നിൽക്കുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി? പോരാട്ടം തുടരുകയാണ്. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തർക്കം രൂക്ഷമായിരിക്കെ VD സതീശൻ നിലപാട് കടുപ്പിച്ചതായി സൂചന. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥാനവും വേണ്ട, മറ്റു ഉപാധികൾക്ക് വഴങ്ങില്ല. ഇതാണ് VD സതീശന്റെ മറുപടി, അല്ലെങ്കിൽ ഒരു നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം മടങ്ങിയത്. ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മാക്കിനെയും മുകുൾ വാസ്നിക്കിനെയും VD സതീശൻ തന്റെ നിലപാട് അറിയിച്ചുവെന്നാണ് വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാനില്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാകാൻ താനില്ല എന്ന കടുത്ത നിലപാട് VD സതീശൻ സ്വീകരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റേതെങ്കിലും വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി ഇരിക്കാൻ താനില്ലെന്നും വെറും MLA ആയി തുടരാൻ തയ്യാറാണെന്നും അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ K സുധാകരൻ മുന്നോട്ട് വെച്ചതും ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ളതുമായ സമമായ ഫോർമുല സതീശൻ തള്ളി. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകി ഒത്തുതീർപ്പിലെത്തുകയും ചെയ്യാനാണ് ഈ ഫോർമുലയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം ഒത്തുതീർപ്പുകൾക്ക് താനില്ല എന്നാണ് VD സതീശന്റെ പ്രതികരണം. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP തുടങ്ങിയ UDF ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ VD സതീശനുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണയില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായാൽ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് സതീശൻ പക്ഷം ഉന്നയിക്കുന്ന പ്രധാന വാദം. അതേസമയം MLA-മാരുടെയും MP-മാരുടെയും പിന്തുണയുടെ കാര്യത്തിൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കം. ഭൂരിഭാഗം നേതൃത്വത്തിന്റെയും MLA-മാരുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന് KC പക്ഷം അവകാശപ്പെടുന്നു. MLA-മാരുടെ പിന്തുണ നോക്കി തീരുമാനമെടുക്കരുതെന്ന് ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടാൻ സാധ്യത ഉണ്ട്. 2021 തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ച സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു കൂടുതൽ MLA-മാരുടെ പിന്തുണ. എന്നാൽ ഹൈക്കമാൻഡ് സതീശനെയാണ് ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. നിലവിലെ പ്രതിസന്ധിയിലും ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് നിർണായകം. VD സതീശൻ അനുകൂല ഘടകങ്ങൾ ഒരുപാടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നണിയെ നയിച്ച് ഉജ്ജ്വല വിജയത്തിലേക്ക് നയിച്ച നായകനാണ്. പടനായകൻ തന്നെ ഇനിയും അങ്ങോട്ട് നയിക്കട്ടെ കേരളത്തെ എന്ന അഭിപ്രായം ഒരു വശത്ത്. പൊതുസമൂഹവും ഘടകകക്ഷികളും സതീശന്റെ നേതൃത്വം ആഗ്രഹിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഹൈക്കമാൻഡ് കണ്ടില്ല എന്ന് നടിക്കില്ല. സതീശനെ പരിഗണിച്ചില്ലെങ്കിൽ VS അച്യുതാനന്ദന് CPM സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിന് സമാനമായ അന്തരീക്ഷം ഉടലെടുക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അതൊരു വലിയ ആയുധമായി മാറുകയും ചെയ്യും. KC വേണുഗോപാലിനെതിരെ ആലപ്പുഴയിൽ ഇതിനിൽ ബാനർ ഉയർന്നിരിക്കുകയാണ്. കോൺഗ്രസ് സഹയാത്രികർ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ബാനറിൽ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് കുറിച്ചിട്ടുള്ളത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴയിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വേണ്ടിവരും, അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇതിനെതിരെയാണ് ബാനർ. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാനർ കീറി. DCC ഓഫീസിന് മുന്നിലായിരുന്നു ബാനർ സ്ഥാപിച്ചത്. KC വേണുഗോപാൽ ആണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രിയാകുന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇത്തരത്തിലൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നത്. അതേസമയം KPCC വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്ന് നേതാക്കളൊക്കെ, അത് നിയുക്ത MLA-മാരൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ ദൃശ്യങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല
यार धक्का ना दे। हेलो ब्रदर മൈക്ക് മാറ്റാം ഈ ക്യാമറ എന്താക്കടാ ബിനു വലിയ സന്തോഷം മുതിർന്ന നേതാക്കളൊക്കെ ഇങ്ങോട്ടാണ് പോകേണ്ടത്, അകത്തേക്ക് പോകണം എന്ന് സുധീർ മോൻ അട്ടിമറി MLA ഇങ്ങോട്ട് കയറുന്നു പ്രതീക്ഷയാണ്. ആണല്ലേ? അങ്ങനെ പുതിയ യുവനിര വൻ അട്ടിമറിയൊക്കെ നടത്തിയ യുവനിര നോ കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചേരിപ്പോരിൽ പങ്കുചേരാതെ മാറി നിൽക്കുകയാണ്. വലിയ ആവശ്യമാണ്. കന്നി അംഗത്തെ തന്നെ സച്ചിൻ ദേവ് എന്ന കോട്ടയം മത്സരിച്ച ബാലുശ്ശേരി അഭിജിത്ത് വരുന്നു. ഭാവനപുരത്ത് 4 പതിറ്റാണ്ട് ലക്ഷം അട്ടിമറി നേടിയ ഒന്ന് വഴി 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 കൈവിടും കൈവിടും സാറിന് കൈവിടും സാറിവിടെ സാറിവിടും ആ അവിടെ പറ 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 അയ്യോ